പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലിയർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, മത്തായി 5:48, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ പരിപൂർണത. അപ്പോൾ നമുക്ക് അത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിപൂർണത പ്രാപിക്കാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിപൂർണത മാനദണ്ഡമാക്കി, ദൈവത്തിൻ്റെ കരുണ മാനദണ്ഡമാക്കി മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ നോക്കിയല്ല അവരെ അല്ല നമ്മൾ മാനദണ്ഡമായിട്ട് സ്വീകരിക്കേണ്ടത്. നമ്മൾ വിശുദ്ധിയിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണതയും ദൈവത്തിൻ്റെ കരുണയുമാണ്. നമുക്കതിനു വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം. നമുക്ക് അതിനടുത്തൊക്കെ എത്താൻ പറ്റുമോ എന്ന് അറിയില്ല, എന്നാലും നമുക്ക് മരണം വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ദൈവമേ, നിൻ്റെ പരിപൂർണത, നിൻ്റെ കരുണ, അതിനോടൊത്ത് അതിനനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവിനെ കരുണയുടെ മാതാവ് എന്ന് വിളിക്കുന്നുണ്ട്. അത് ഈ മാസം 24-ാം തീയതി ദൈവകാരുണ്യത്തിൻ്റെ മാതാവ്. അപ്പോൾ കുറച്ചുകൂടി കരുണ, ദൈവകരുണ നമ്മിൽ നിറയാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥ്യവും നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ
കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയമക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അധ്യായം 6 വാക്യങ്ങൾ 27 മുതൽ 38 വരെ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷം അത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായമാണ്. 27 മുതലുള്ള വാക്യങ്ങളിലും ഒരു 9 കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അങ്ങനെ 9 കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വിധിക്കരുത്, കുറ്റാരോപണം നടത്തരുത്, അങ്ങനെ. ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഒരു വചനമാണ് ലൂക്ക് 6:36. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇതേ കോണ്ടെക്സ്റ്റിൽ മത്തായി സുവിശേഷകൻ പറയുന്നത് പരിപൂർണനായിരിക്കുന്നത് പോലെ, അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമാണ് ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് ഉടയവൻ. മനുഷ്യരായ നമുക്ക് ചിലപ്പോൾ ഇതുപോലൊരു സ്വഭാവം രൂപീകരിക്കത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത് പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ. പിതാവായിരിക്കണം നമ്മുടെ മാനദണ്ഡം. ആ 2 പേര് പ്രാർത്ഥിക്കാൻ പോയില്ലേ, ചുങ്കക്കാരനും ഫരിസയനും. അപ്പം ഫരിസയൻ്റെ മാനദണ്ഡം ആ ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരനെ വെച്ചിട്ടാണ് അയാൾ തൻ്റെ ആത്മീയത അളന്നത്. അതാണ് തെറ്റുപറ്റിയത് അയാൾക്ക്. അയാൾ ദൈവവുമായിട്ട് തൻ്റെ ആത്മീയത അത് താരതമ്യം ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്ന് അയാൾ പറഞ്ഞേനെ. പക്ഷേ പാപിയായ ചുങ്കക്കാരനായ മനുഷ്യൻ തൻ്റെ ആത്മീയത അളന്നു നോക്കിയത് അത് ദൈവവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. നമ്മൾ നല്ല ആത്മീയ മനുഷ്യരാണെങ്കിൽ ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ ഒരു അനുസ്മരണമാണല്ലോ പരിശുദ്ധ കുർബാന. അപ്പം കാൽവരി കുരിശിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ കരുതുന്നതെങ്കിൽ നമ്മൾ കുർബാനയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കില്ല. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം.
കാൽവരി കുരിശിൽ നിൽക്കുന്നത് പോലെ, പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ട് നിന്നതുപോലെ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കൊരു വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുർബാനയിൽ സംസാരിക്കില്ല, കുർബാനയിൽ ഫോട്ടോ എടുക്കില്ല, കുർബാനയ്ക്കിടക്ക് ഫോൺ വിളിക്കില്ല. നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് പോലെ. നമ്മുടെ വിചാരം നമ്മളിങ്ങനെ പള്ളി വന്നു, നമ്മൾ നല്ല ആത്മീയ മനുഷ്യരാണ്. നമ്മൾ എന്തോരം വളരാനുണ്ടിനി. ആണ് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ വളരാനുണ്ട്. അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 9 4 കാര്യങ്ങൾ ഇത് തരണം ചെയ്യാൻ പറ്റുമോ? അത് കവർ ചെയ്യാൻ പറ്റുമോ? ശത്രുക്കളെ സ്നേഹിക്കുക, വിധിക്കാതിരിക്കുക, ദ്വേഷിക്കാതിരിക്കുക സാധ്യമാണോ? നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കേണ്ടതുണ്ട്. ധൂർത്തപുത്രൻ്റെ കഥയിൽ പിതാവുണ്ടല്ലോ, അവരുടെ അപ്പനൊരു മാതൃകയാണ്. കാരണം ലൂക്ക തന്നെയാണല്ലോ ആ കഥ പറയുന്നത്. അപ്പോൾ ലൂക്ക സുവിശേഷകൻ്റെ ഒരു പ്രത്യേകതയാണ് കരുണയുള്ള പിതാവിൻ്റെ ചിത്രം നമ്മളെ കാണിച്ചു തരിക. അതെന്ന് പറയുന്നത് ലൂക്ക 6:36, പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത കുർബാന ഫോട്ടോയിൽ പകർത്തി സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ, ഇല്ലേ? അത് നശിച്ചു പോകുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ മരണം ചേർത്ത് വെക്കാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം ചേർത്ത് വെക്കാൻ പറ്റുമോ? ഫോട്ടോയിൽ ചേർത്ത് വെക്കുന്നത് പോലെ അല്ല, അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുമോ? ഈശോയുടെ കുരിശ് മരണം ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുമോ? അതാണ് ആത്മീയത. അതാണ് നമ്മളിങ്ങനെ നമ്മുടെ വിചാരം, നമ്മളിങ്ങനെ കുറേ ചൊല്ലുന്നുണ്ട്, കുറേ കൊന്ത ചൊല്ലുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാനിന്ന് കുറേ ചൊല്ലിയില്ല എന്ന് പറയുന്നതാണ്. അതാണ് നമ്മളിന്ന് കുറച്ചൊക്കെ മാറി ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് ദൈവമായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് എപ്പോഴെങ്കിലും നടന്നെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? കാരണം ഈ ചൊല്ലലാണല്ലോ, ചൊല്ലൽ മനസ്സെവിടെയെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയത വളരില്ല. നമ്മൾ ദൈവമായിട്ട് സംസാരിക്കണം, ദൈവത്തോടുള്ള ബന്ധം. അതാണ് നമുക്ക് ധൂർത്തപുത്രൻ്റെ ആത്മീയത പഠിക്കാൻ പറ്റുമോ? ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്ന് കുറേ കൊന്തയൊന്നും ചൊല്ലിയിട്ടില്ല, കുറേ കസർത്തൊന്നും കാണിച്ചിട്ടില്ല പിതാവിൻ്റെ അടുക്കലേക്ക് വരാൻ. ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചിട്ടുമില്ല. എനിക്ക് കുഞ്ഞു വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് കടം മാറണം. അതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പലരും വന്നിരിക്കുന്നത്. പക്ഷെ ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്നത് അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാം നഷ്ടപ്പെട്ടവൻ, പട്ടിണി കിടന്നവൻ, വസ്ത്രം പോലും ഇല്ലാത്തവൻ, അവൻ അത് ചോദിക്കാനല്ല അവൻ വന്നത്. അവൻ പാപം പറയാനാണ് വന്നത്. അവൻ പാപം പറഞ്ഞത് കൊണ്ട് അവനെല്ലാം കിട്ടി, ചോദിക്കാത്തത് കൂടി കിട്ടി, കെട്ടിപ്പിടിച്ചൊരു ചുംബനം പോലും അവന് കിട്ടി. അതാണ് ധൂർത്തപുത്രൻ്റെ ആത്മീയത. കിട്ടുമോ? നല്ല കള്ളൻ്റെ ആത്മീയത കിട്ടുമോ? നല്ല കള്ളൻ കുരിശി കടന്ന് കുറെ കൊന്ത ചൊല്ലിയിട്ടാണല്ലോ സ്വർഗത്തിൽ കയറിയത്. അതെല്ലാം വേണം. പക്ഷെ നമ്മുടെ മനസ്സ് ദൈവമായിട്ട് അടുപ്പിക്കണം. അങ്ങനെ ആ മറ്റേ കള്ളനുണ്ടല്ലോ, അവൻ ദ്വേഷിച്ചു പറഞ്ഞു. അവന് വല്ല കുറ്റവും ചെയ്തോ? ഈശോ അവന് വല്ല ദ്രോഹം ചെയ്തോ? എന്തിനാണ് ഈശോയെ ദ്വേഷിച്ച് പറഞ്ഞത്? അപ്പം നമ്മൾ ദ്വേഷിക്കരുത് എന്ന് പറയുന്ന വചനഭാഗം ഇന്നുണ്ട്. ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ഈശോ വല്ല തെറ്റും ചെയ്തോ അവനോട്? എന്നിട്ട് അവൻ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, ഞങ്ങളെയും നിന്നെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിച്ചു പറഞ്ഞു. മറ്റേ കള്ളനോ, നല്ല കള്ളനോ, അവനെ ശകാരിച്ചു. എടാ, നമ്മൾ തെറ്റ് ചെയ്തിട്ടാടാ, ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ, അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. ഈ 3 കാര്യങ്ങളാണ് നല്ല കള്ളൻ ചെയ്തത്. നല്ല കള്ളൻ ചെയ്ത ആ 3 കാര്യങ്ങൾ കൊണ്ട് എന്നെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കയറി. അപ്പം നല്ല കള്ളൻ്റെ ആത്മീയത കിട്ടുമോ? ആ ബർത്തിമേയുസ് ഈശോ പോകുന്നതും കാണാൻ പറ്റില്ലല്ലോ, അന്ധനാണ്. ഈശോ പോകുന്നെന്നറിഞ്ഞപ്പോൾ ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കുറേ പേര് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ശകാരിച്ചു. അവരുടെ ആത്മീയത ബർത്തിമേയുസിൻ്റെ ആത്മീയത. ബർത്തിമേയുസ് അതൊന്നും കൂട്ടാക്കാതെ പിന്നെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടിട്ട് ഈശോ നിന്നു. അതാണ് പാപികളും ചുങ്കക്കാരും ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അത് ലൂക്ക 15 1-ാമത്തെ വാക്യമാണ്.
അപ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ കൂടെ ചെലവഴിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിറുപിറുക്കുന്നവൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ഈ ധൂർത്തപുത്രൻ്റെ കഥയിൽ തന്നെ മൂത്ത മകൻ്റെ പിറുപിറുപ്പ്, അവൻ കുറേ കൂടി ദൈവത്തോട് അടുക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഈ പറഞ്ഞ 9ഉം 4ഉം കാര്യങ്ങൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ ആത്മീയത, നല്ല കള്ളൻ്റെ ആത്മീയത, ബർത്തമേസിൻ്റെ ആത്മീയത, നന്നായിട്ട് പ്രാർത്ഥിച്ച പാപിയായ എന്നിൽ കനിയണമേ, ലൂക്ക 18:13, അതാണ് കുമ്പസാരത്തിൻ്റെ ആമുഖത്തിൽ പറയേണ്ട വചനമാണത്. ദൈവമേ പാപിയായ എന്നെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞാണല്ലോ കുമ്പസാരം ആരംഭിക്കേണ്ടത്. അത് ലൂക്ക 18:13. അതാണ് യഥാർത്ഥത്തിൽ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങളെക്കാൾ മുന്നേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അത് മത്തായി 21:30-31 വചനങ്ങളാണ്. അവർ പശ്ചാത്തപിക്കുന്നുണ്ട്, അവർ ദൈവത്തിന് വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധൂർത്തപുത്രൻ വന്നിട്ട് അവൻ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതുപോലെ, അതാണ് അവൻ അങ്ങനെയുള്ളൊരു ആത്മീയതയ്ക്കാണ് അനുഗ്രഹങ്ങൾ കിട്ടുക. അവർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ബർത്തമേസിന് കാഴ്ചയില്ല, അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ഈശോയെ വിളിക്കുക, അത് മാത്രമേ അവൻ്റെ വഴിയുള്ളൂ. നല്ല കള്ളനെ കുരിശിൽ കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഇനി അവന് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ആശ്രയിക്കാനില്ല. അതുകൊണ്ട് അവൻ നല്ലൊരു കാര്യം ചെയ്തിട്ട് മരിക്കാമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ കയറി. ഇനിയും ബർത്തമേസിനും അവന് വേറൊന്നും നോക്കാനില്ല, അവന് ദൈവത്തെ വിളിക്കുക മാത്രമേ ഉള്ളൂ. ധൂർത്തപുത്രനെ പന്തിക്കൂട്ടി കിടക്കുന്നവന് ഇനി വേറൊന്നും നോക്കാനില്ല. ഇനി അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക, വീട്ടിലേക്ക് പോവുക, വേറൊന്നുമില്ല. അതിനപ്പുറം അർമാദിക്കാൻ, ഇനിയും ആഡംബര ജീവിതം നയിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്നുമില്ലാത്തവനാണ് ഇതേപോലെ ഒരു ആത്മീയതയിലേക്ക് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തത്തിൽ നിൽക്കുന്നവർക്ക് ആത്മീയതയിലേക്ക് വരാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പിടുത്തം, ചിലപ്പോൾ വിവാഹേതര ബന്ധം, ഒരു പിടുത്തം, കുറേ സമ്പത്തുള്ളവന് ഒരു പിടുത്തമുണ്ട്, അതുള്ളവന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. ഈ മൊബൈൽ ഫോണും പിടിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നവനും ഈ കുർബാനയിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാകില്ല. ആണ് പിടുത്തം വിടണം, പല കാര്യങ്ങളും പിടുത്തം വിട്ട്. ഈ മനുഷ്യരൊക്കെ, ഈ നല്ല കള്ളനും ബർത്തമേസും ചുങ്കക്കാരനും സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റാതെ മാറത്തടിച്ചുകൊണ്ട് പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നവന് പിടുത്തമില്ല, മറ്റവന് പിടുത്തമാണ്. ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, അവൻ്റെ പിടുത്തമെല്ലാം അവൻ ചെയ്യുന്ന പല കാര്യങ്ങളിലുമാണ്. അതാണ്, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റാതാവുന്നതും ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാതാവുന്നതും വിധി വരുന്നത്. അവനൊന്നും ശരിയാകിയല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കുറേ ആളുകളെ വിധിക്കുക, കുറ്റം പറയുക, കുറ്റാരോപണം നടത്തുക. ധൂർത്തപുത്രൻ ഇളയവൻ വീട്ടിൽ വന്നപ്പോഴും അവൻ സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയി എന്ന് മാത്രമാണ് ബൈബിളിൽ ഞാൻ വായിക്കുമ്പോൾ കാണുന്നത്. അവൻ വേശ്യാലയത്തിൽ പോയി എന്ന് എഴുതിയിട്ടില്ല. സ്വത്തെല്ലാം ദൂർത്തടിച്ചെന്ന് പറയുന്നുണ്ട്, വേശ്യാലയത്തിൽ പോയെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ മൂത്ത മകൻ പറയുകയാണ്, ഇവൻ വേശ്യകളോട് കൂട്ടുചേർന്ന്. മൂത്ത മകൻ ഇളയ മകൻ്റെ പുറകെ പോയി അത് കണ്ടോ? വേശ്യാലയത്തിൽ പോകുന്നത് കണ്ടതുപോലെ പറയുന്നതുണ്ട്. അതാണ് കുറ്റാരോപണം. കാണാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ കണ്ടതുപോലെയൊക്കെ പറയുന്ന രീതികളൊക്കെ നമുക്കില്ലേ? അതാണ്. അപ്പോൾ ആത്മീയത നമുക്ക് അത് യഥാർത്ഥത്തിൽ ഈ പിടുത്തം വിടുന്നതാണ്. അബ്രഹാത്തിനെ കുറിച്ച് ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, ഒരു തത്വചിന്തകനാണ് സോറൻ കിർക്കഗാർഡ്. ഞങ്ങൾ പഠിക്കുന്നതാണ്, ഫിലോസഫിയിലൊക്കെ പഠിക്കുമ്പോൾ അബ്രഹാത്തെക്കുറിച്ച് പറയുന്നത്, ഇനി എന്താണ് മുന്നേ വരാനുള്ളത് എന്ന് അതറിയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക. അതാണ് ദൈവാശ്രയം, അതാണ് ആത്മീയത. ഇനി എന്താണ് എനിക്കിനി സംഭവിക്കാൻ പോകുന്നത്? നമ്മളിങ്ങനെ പല പിടുത്തത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദൈവാശ്രയം പറ്റില്ല. അതാണ് ഏക മകനെ പോലും വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ അബ്രഹാം എന്തും സംഭവിക്കട്ടെ, ദൈവം പറഞ്ഞ കാര്യമാണ്, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട് അബ്രഹാത്തിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ്, മകനെ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു എടുത്തുചാട്ടമാണ്. നല്ല കള്ളൻ ചെയ്തതും ധൂർത്തപുത്രൻ ചെയ്തതും ബർത്തമേസ് ചെയ്തതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുത്തു. നമുക്ക് എന്തെങ്കിലും ഈ ദൈവം മാത്രമാണ് എൻ്റെ രക്ഷ, എനിക്ക് വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവനെ അങ്ങനെ ചെയ്യാൻ പറ്റും. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതും അങ്ങനെയാണ്.
ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഇടതും വലതും മുൻപിലൊക്കെ ഇരിക്കുന്നവർ ഞാൻ വല്ല പാപിയാണെന്ന് വിചാരിച്ചാലോ? ധ്യാപം പള്ളിപ്പോയി കുർബാന സ്വീകരിക്കുന്നില്ല, അപ്പം ഞാൻ പാപിയാണെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച ആളുകളെ കാണിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അത് അനുഗ്രഹമാകിയല്ല. കാരണം ഇത് വിശക്കുന്നവർക്കുള്ള ഭക്ഷണമാണ്, ആത്മീയ വിശപ്പുള്ളവർക്കുള്ള ഭക്ഷണമാണ്. ആത്മീയ വിശപ്പ്. യേശുവേ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം കർത്താവേ, എനിക്ക് വേറെ ആരുമില്ല കർത്താവേ. ബർത്തമേസിൻ്റെ വിളിയിൽ ആ ധ്വനിയുണ്ട്, എനിക്ക് ആരുമില്ല കർത്താവേ. നല്ല കള്ളൻ്റെ പ്രാർത്ഥനയിൽ എനിക്കിനി ആരുമില്ല കർത്താവേ, നീ മാത്രമേ ഉള്ളൂ. നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർക്കണമേ. ധൂർത്തപുത്രൻ പന്നിക്കുട്ടി കിടക്കുമ്പോൾ അവന് മനസ്സിലായി, എനിക്കിനി ആരുമില്ല, എൻ്റെ വീട്ടിൽ അപ്പൻ മാത്രമേ എനിക്കുള്ളൂ. അതാണ് ദൈവാശ്രയം. അങ്ങനെ ഒരു ദൈവാശ്രയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പിടുത്തം വിടാൻ സാധിക്കും. ഇങ്ങനെ ഒരു ദൈവാശ്രയത്തിന് വേണ്ടി നമുക്കൊരു ആന്തരിക സൗഖ്യം കൂടി വേണം. ആന്തരിക സൗഖ്യം വേണം. കാരണം ഈ ധൂർത്തപുത്രന് കിട്ടിയ ആന്തരിക സൗഖ്യത്തിൻ്റെ ചില ഇഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സ്വത്തൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് പോയവനെ അവന് വീട്ടിൽ കയറാൻ തോന്നുമോ? അപ്പൻ കയറ്റിയില്ലെങ്കിലോ, വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ എന്ന വിചാരത്താൽ അവൻ പന്നിക്കൂട് ഉപേക്ഷിക്കാൻ ചിലപ്പോൾ തീരുമാനിക്കണമെന്നില്ല. അപ്പോൾ അവൻ എന്ത് വിചാരിച്ചു? എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ പ്രവേശിപ്പിക്കും എന്ന ഒരു പ്രത്യാശ അവനുണ്ടായി. അതാണ് ഒരു ആന്തരിക സൗഖ്യം കിട്ടിയ ഒരാൾക്ക് ലൈഫിനോട്, ജീവിതത്തോട്, കർത്താവിൻ്റെ മുമ്പിൽ ഒരനുഗ്രഹം കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ നിൽക്കും എന്നൊരു പ്രത്യാശ ഉണ്ടാവും. പ്രത്യാശ ദൈവം എൻ്റെ കൂടെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന പ്രത്യാശ. അതൊരു ആന്തരിക സൗഖ്യം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. പ്രത്യാശയുണ്ടോ? ദൈവത്തെ വിട്ടിട്ട് ദുരാചാരങ്ങളുടെ പുറകെ പോകോ? കർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കാര്യങ്ങൾ കിട്ടുന്നില്ല, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കൊച്ചിനെ കിട്ടുന്നില്ല, എങ്കിൽ ഞാൻ ചരട് കെട്ടി നോക്കാം, തൂവാല കെട്ടി നോക്കാം, അങ്ങനെ വിചാരിക്കുവോ? അവസാനം വരെ കർത്താവിൽ പ്രത്യാശ. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രന് ഒന്നും വേണ്ട, അവനൊന്നും വേണ്ട, അവൻ പാപം മാത്രമേ പറയുന്നുള്ളൂ. നമുക്കാണെങ്കിൽ എല്ലാം വേണം. ഈശോയെ മാത്രം വേണ്ട, അപ്പനെ മാത്രം വേണ്ട, നമുക്കെല്ലാം വേണം. ജോലി വേണം, കുഞ്ഞ് വേണം, കടബാധ്യത മാറണം, വീട് കെട്ടണം, ഇതെല്ലാം നമുക്ക് വേണം. ഇവിടെ തീർത്ഥാടനം നടത്തുമ്പോഴും നമുക്കിതെല്ലാം വേണം. പക്ഷെ കർത്താവിനെ വേണ്ട. കർത്താവിനെ വേണമെങ്കിൽ കർത്തൃ പൂജകൾ, കർത്തൃ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളോടും കർത്തൃ ശുശ്രൂഷ നടത്തപ്പെടുന്ന ദേവാലയത്തോടും അനാദരവ് കാണിക്കുമോ? കർത്താവാണ് നമുക്ക് വലിയ കാര്യമെങ്കിൽ നമുക്ക് മറ്റേ കാര്യങ്ങൾ മതി. പക്ഷെ ധൂർത്തപുത്രൻ ആന്തരിക സൗഖ്യം കിട്ടിയപ്പോൾ അവനൊന്നും വേണ്ട. ഇന്ന് നിങ്ങൾക്ക് കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചോദിക്കില്ല. കർത്താവേ, എനിക്ക് അങ്ങയെ മതി, അങ്ങയെ കിട്ടിയാൽ എനിക്കെല്ലാം കിട്ടും. ഇനി മൂത്ത മകൻ പെറുപിറുത്തോണ്ടിരിക്കുക, ദ്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇളയവൻ വന്നതിൽ അവന് വിഷമമുണ്ട്. അതവൻ പല രീതിയിൽ അവൻ പ്രകടിപ്പിച്ചു. ഇളയവന് വേണമെങ്കിൽ അതിന് മറുപടി കൊടുക്കാമായിരുന്നു. മറുപടി കൊടുക്കാത്തതാണ് ഇവൻ്റെ ആത്മീയത. അത് സാധിക്കുമോ? നമുക്കെപ്പോഴും സംസാരമല്ലേ, പല കാര്യങ്ങളിലും നമുക്ക് സംസാരം നമ്മൾ നിർത്തിയിട്ടില്ല. അൺനെസസറി ടോക്സ് അതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് കുറേ ആത്മീയത നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പിതാവായ അല്ലേ ധൂർത്തപുത്രൻ്റെ അപ്പൻ എല്ലാറ്റിനും മാതിരി രണ്ട് മക്കളെ ഒരേപോലെ കൊണ്ടു നടക്കുന്ന അത്രയും കരുണയുള്ള, ഒരു മനസ്സിൽ ഒരു കളങ്കം പോലും ഇല്ലാത്ത, ഒരു വിദ്വേഷമില്ലാത്ത, തിരിച്ചു വന്ന മകനെ പോലും പൊന്നുപോലെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ചുംബിക്കുന്ന അപ്പൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത, ഇതാണ് ആന്തരിക സൗഖ്യം. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. കുറേ മുറിവുകളുണ്ട്, ശത്രുക്കളോട് ക്ഷമിക്കാനുണ്ട്, കുറേ കുറ്റം പറച്ചിലുണ്ട്, കുറേ വിധി നടത്തുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് മനസ്സിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുടെ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. കർത്താവേ, അങ്ങെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. നല്ലൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആന്തരിക സൗഖ്യം കിട്ടും. ധൂർത്തപുത്രന് പരിശുദ്ധാത്മാവിനെ കിട്ടിയതുകൊണ്ടാണ്. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. ആരും വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിട്ടല്ല അവൻ വീട്ടിൽ പോയത്. പന്നിക്കൂട്ടിൽ നിന്ന് ആരും അവനോട് പറഞ്ഞില്ല വീട്ടിൽ പോ എന്ന് പറഞ്ഞിട്ടല്ല. ബർത്തമേസിനോട് അവനെ വിളിക്കതെ ഈശോ ഒന്ന് വിളിക്ക എന്ന് പറഞ്ഞിട്ടല്ല അവൻ വിളിച്ചത്. നല്ല കള്ളനോട് ആരും പറഞ്ഞില്ല നീ ഇപ്പം പ്രാർത്ഥിച്ചോ, നീ സ്വർഗത്തിൽ കയറും എന്ന് ആരും പറഞ്ഞില്ല. മറിയത്തോട് ഇതാ കർത്താവിനെ ദാസി എന്ന് പറയാൻ ആരും പറഞ്ഞില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. ഈ ആത്മീയത ഉള്ളവർക്ക് ഈ പെറുപെറുപ്പ് സംസാരമൊക്കെ കുറയും, നിശബ്ദരാകും. അതാണ് മറിയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ അധികം മറിയം സംസാരിക്കുന്നുണ്ട്. ആകെ ഒരു സ്തോത്രഗീതം പാടിയിട്ടുണ്ട്, പിന്നെ ഒരു ഇതാ കർത്താവിൻ്റെ ദാസി പറഞ്ഞിട്ടുണ്ട്.
വേറെന്താ മറിയം പറഞ്ഞിട്ടുള്ളത്? അത് നമുക്കതുകൊണ്ട് ഈ ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയത നമുക്കത് പരിശീലിക്കാൻ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നാൽ മതി. അവിടെ ചൊല്ലലൊന്നുമില്ല, കർത്താവിനോട് സംസാരിക്കുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ചെയ്യാൻ പറ്റുമോ? അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഒരു 5 മിനിറ്റ്, അവിടെ നിന്ന് ഉറങ്ങാനല്ല, 5 മിനിറ്റ് ദിവസേന ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു പുത്തനൊരു ആത്മീയത നിങ്ങൾക്ക് പണിതുയർത്താൻ സാധിക്കും. ഈ ചൊല്ലിക്കൂട്ടുന്നതല്ല, ചൊല്ലിക്കൂട്ടിയിട്ടൊന്നും ആത്മീയ വളർച്ച ഉണ്ടായിട്ടില്ലല്ലോ. ഇനി കുറച്ചു നേരം കർത്താവിനോട് നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു നോക്കും. നിങ്ങൾക്ക് നല്ല ആത്മീയ മനുഷ്യരാകാൻ പറ്റും. നിങ്ങളോട് കർത്താവ് പറഞ്ഞു തരും. വേറെ ആരും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ, എടാ അങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. മുതിർന്നവരോട് പറയാൻ പറ്റുമോ? ഒരു പ്രായം മൂത്ത ഒരാൾക്ക് ആരാ കറക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആര് കറക്റ്റ് ചെയ്യണം? ദൈവം കറക്റ്റ് ചെയ്യണം. ദൈവം കറക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ചു നേരം കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ടിരിക്കണ്ടേ? രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് എപ്പോഴെങ്കിലുമൊക്കെ കിടന്നുറങ്ങി മൊത്തം ബഹളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെ അങ്ങനെ ഒരു ആത്മീയത കണ്ടെത്താൻ സാധിക്കും? ചേട്ടനൊരു കുറവുണ്ടെന്ന് ആരും പറഞ്ഞു തരികയില്ല, നമ്മൾ തന്നെ കണ്ടെത്താൻ നമുക്കതിനുള്ള കഴിവില്ല. അപ്പോൾ ദൈവം പറഞ്ഞു തരണം. ധൂർത്തപുത്രനെ പന്നിക്കൂട്ടി നിന്ന് ദൈവം കൊണ്ടുവന്നതുപോലെ ദൈവം പറഞ്ഞു തരണം. ദൈവം പറഞ്ഞു തരണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം. ആരോടും സംസാരിക്കാതെ ദൈവത്തോട് മാത്രം സംസാരിച്ച് ഒരു എഴുത്ത് പ്രാർത്ഥന പോലും, എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാതെ സ്വസ്ഥമായിട്ട് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന പ്രാർത്ഥനാ രീതി, അവിടെ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് കറക്റ്റായൊരു ആത്മീയ മനുഷ്യരായി മാറാൻ ഞങ്ങളെ സഹായിക്കണം. മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചകായ എന്നെ കാക്കണേ. മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചകായ എന്നെ കാക്കണേ. വിട്ടുമാറാത്ത കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ. വിട്ടുമാറാത്ത കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ. പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ കുരുക്കുകളുണ്ടെങ്കിൽ, കുറേ കെട്ടുകൾ, ഉള്ളിലുള്ള ചില പിടുത്തങ്ങൾ, അതൊക്കെ പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മൾ കേട്ടിട്ടില്ല കുരുക്കഴിക്കുന്ന മാതാവ്. അങ്ങനെ കുരുക്കുകളുള്ള ജീവിത ബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. മാതാവ് അതെല്ലാം അഴിച്ചഴിച്ച് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ, ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെ സമാധാനത്തിൻ്റെ ഉടയവനായ ദൈവമേ, ഈ കാഴ്ചയർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തയോടെ മനസ്സുകളിൽ ഒന്നായിത്തീരുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ
ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.